മുതലാമിസ് ആണ്. നമ്മുടെ NMMS എക്സാം തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണല്ലേ. അപ്പൊ NMMS എക്സാമിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് കൊണ്ടുവന്നിട്ടുള്ളത്. മക്കൾ ഈ ഒരു വീഡിയോ ആരും കാണാതെ പോരുത്. ഇനി കണ്ടു കഴിഞ്ഞവർ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒക്കെ എത്തിക്കണം. അപ്പൊ സമയം കളയാതെ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. വിനേഗർ ഇസ് കെമിക്കലി വാട്ട്? രാസപരമായ വിനാഗിരി എന്താണ്? രാസപരമായ വിനാഗിരി എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണ് എന്ന് പറയും. അപ്പൊ വിനാഗിരിയുടെ മാത്രമല്ല ഓരോ ഫുഡ് ഐറ്റംസിലുമുള്ള ആസിഡ് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിട്രിക് ആസിഡ് എടുത്താൽ ഓറഞ്ച്, ലെമൺ അല്ലെ, നാരങ്ങയിലും ഓറഞ്ചിലും ഒക്കെ കാണുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഓക്സാലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ മക്കളെ നമ്മുടെ തക്കാളി, ടൊമാറ്റോയിൽ കാണുന്ന ആസിഡാണ് നമ്മുടെ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ടാർട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ടാമറിൻഡ്, പുളിയിൽ കാണപ്പെടുന്ന ആസിഡാണ്. ഇനി മാലിക് ആസിഡ് ഉണ്ട് ആപ്പിളിലുള്ളത്. ലാക്റ്റിക് ആസിഡ് ഉണ്ട് നമ്മുടെ പാലിലും തൈരിലും ഒക്കെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഉറുമ്പ് കടിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെഥനോയിക് ആസിഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, വിച്ച് കളർ ഈസ് ഇമ്പോർട്ടന്റ് ടു ഡൈല്യൂട്ട് NaOH സൊല്യൂഷൻ വെൻ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ഈസ് ആഡഡ്? അപ്പോ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് എടുത്താൽ ഓരോ ഇൻഡിക്കേറ്റേഴ്സും എന്ത് കളറാണ് കാണിക്കുന്നത് എന്ന് എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ആസിഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഓറഞ്ച് റെഡ് കളറും, ആസിഡിലിട്ടാൽ ഒരു ഓറഞ്ച് റെഡ് കളറും, ഇനി ഒരു ആൽക്കലി അല്ലെങ്കിൽ ബേസിലേക്കാണ് ഇടുന്നതെങ്കിൽ അവന് യെല്ലോ കളറുമാണ് കാണിക്കുക. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഓർത്തിരിക്കേണ്ടത് ആരെയാണെന്നറിയോ? ഫിനോൾഫ്തലീനെയാണ്. ആരെയാണ്? ഫിനോൾഫ്തലീൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ്. ഫിനോൾഫ്തലീനെ നമ്മൾ ആസിഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവൻ കളർലെസ് ഒരു കളറുമില്ല. പക്ഷെ ഒരു ബേസിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ പിങ്ക് കളറായിട്ട് മാറും. ഇത് കറക്റ്റ് ആയിട്ട് എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ നമ്മുടെ ലിറ്റ്മസ് പേപ്പറിന്റെ കോഡ് എന്താ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ABR. ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് കളർ ആകുന്നു. അങ്ങനെയാണെങ്കിൽ ബേസുകളിലോ റെഡ് ലിറ്റ്മസ് ബ്ലൂ കളർ ആകുന്നു. കളർ ചേഞ്ച് അറിഞ്ഞിരിക്കുക. സോ ഇവിടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി, മഞ്ഞ അല്ലെ. NaOH എന്ന് പറഞ്ഞാൽ മക്കളെ അതൊരു ബേസ്, ഒരു ആൽക്കലി ആണ്. വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ബേസ് ആണ് NaOH. വെള്ളത്തിൽ ലയിച്ച് ചേരുന്ന ഒരു ബേസ് ആണ് NaOH എന്ന് പറയുന്നത്. അവനൊരു ആൽക്കലി ആണ്. അതുകൊണ്ട് മീഥൈൽ ഓറഞ്ച് ഇട്ടാൽ കിട്ടുന്നത് നമുക്ക് യെല്ലോ കളർ ആയിരിക്കും. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മെറ്റൽ പ്രസന്റ് ഇൻ ഹീമോഗ്ലോബിൻ ഓഫ് ബ്ലഡ്. നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? മറ്റാരുമല്ല, അയോൺ ആണ് കേട്ടോ, അയോൺ ആണ്. ഇനി ചെടികളിലെ ഇലകളിൽ കാണപ്പെടുന്നത് ആരാ? ഇലകളിൽ കാണപ്പെടുന്നത് മഗ്നീഷ്യം ആണ്. അത് ഓർത്ത് വെക്കണേ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഇസ് നെയിംഡ് ആഫ്റ്റർ എ പ്ലേസ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൂലകത്തിന്റെ നാമമാണ് സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? മക്കളെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കൃത്യമായിട്ട് ഓരോ മൂലകങ്ങൾക്കും പേര് കൊടുക്കുന്ന കാറ്റഗറീസ് എല്ലാം അറിഞ്ഞിരിക്കണം. ചിലർക്ക് ലാറ്റിൻ നെയിമിൽ നിന്ന് വരാറുണ്ട്, ചിലർക്ക് കളറിൽ നിന്ന് വരാറുണ്ട്, സയന്റിസ്റ്റിന്റെ പേരുണ്ട്, രാജ്യങ്ങളുടെ പേരുണ്ട്, ഗ്രഹങ്ങളുടെ പേരുണ്ട്, കോണ്ടിനെന്റ്സിന്റെ പേരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മൂലകങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ Na എന്ന് പറഞ്ഞാൽ സോഡിയം ആണ്. സോഡിയത്തിന് നേട്രിയം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് ആ പേര് വന്നിട്ടുള്ളത്. ഇനി CF എന്ന് പറയുന്നത് മക്കളെ കാലിഫോർണിയം എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് ആണ്. കാലിഫോർണിയം എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ എന്ന സ്ഥലത്തിന്റെ പേരിൽ നിന്നാണ് അവന് സിമ്പൽ വന്നിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ES എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീനിയം ആണ്. SB എന്ന് പറഞ്ഞാൽ ആന്റിമോണി എന്ന് പറയുന്ന എലമെന്റിന്റെ സിമ്പൽ ആണ്. സിബിയം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് ഇവർക്ക് SB എന്ന സിമ്പൽ വന്നിട്ടുള്ളത്. മറന്നു പോകരുത്. അടുത്ത ചോദ്യം, which separation techniques can be employed for the separation of ammonium chloride from a mixture containing sodium chloride and ammonium chloride? അപ്പൊ നമ്മുടെ കയ്യില് അമോണിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡും അടങ്ങിയ ഒരു മിശ്രിതമുണ്ട്. ഇതിൽ നിന്ന് അമോണിയം ക്ലോറൈഡിനെ നമുക്ക് വേർതിരിക്കണം. ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അമോണിയം ക്ലോറൈഡിന്റെ പ്രത്യേകത എന്താ? അമോണിയം ക്ലോറൈഡ്, അയഡിന്, നാഫ്തലിന് ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? ഇവരൊക്കെ സബ്ലൈമബിൾ ആണ് അല്ലെ. സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം എന്ന സ്വഭാവം കാണിക്കുന്നവരാണ്. എന്താ മക്കളെ സബ്ലിമേഷൻ? ഒരു സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നു. ഒരു ഖരപദാർത്ഥത്തെ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായിട്ട് മാറിയാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം. ശരിയല്ലേ? അപ്പൊ നമ്മുടെ അമോണിയം ക്ലോറൈഡ് സബ്ലൈമബിളാ, ഉത്പാദനം എന്ന പ്രോപ്പർട്ടി കാണിക്കും. അപ്പൊ ഇവനെ ചൂടാക്കി കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് നേരെ വാതകമായിട്ട് മാറും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വേർതിരിക്കാനായിട്ട് സാധിക്കും. റെഡി,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മെറ്റൽ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. സാധാരണ താപനിലയിൽ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മക്കളെ ഇത് നിങ്ങൾ തെറ്റിക്കരുത്. മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ, ലിക്വിഡ് മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ അത് നമ്മുടെ മെർക്കുറിയാണ്. പക്ഷെ ലിക്വിഡ് നോൺ മെറ്റൽ, ഓക്കെ, അതായത് റൂം ടെമ്പറേച്ചറിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം അത് ബ്രോമിൻ ആണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോരുത്. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽ മെർക്കുറിയും നോൺ മെറ്റൽ ബ്രോമിനുമാണ്, തെറ്റിക്കരുത്. അടുത്ത ചോദ്യം, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ് ഡ്യൂറിങ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത ലേപനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജത്തെ ആഗിരണം ചെയ്യുന്നു. ശരിയല്ലേ? ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്തിട്ടാണ് അവിടെ ഇലക്ട്രോലൈസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം നടക്കുന്നത്. അങ്ങനെയാണ് അവിടെ ലാസ്റ്റ് വൈദ്യുത ലേപനം നടക്കുന്നത്. അപ്പൊ ഇത് ശരിയാണ്. ഇനി അതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്, ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ്, അതും കറക്റ്റ് ആണ് അല്ലെ. ഇനി ഒരു എൻഡോ എനർജിക് റിയാക്ഷൻ ആണ് അല്ലെ, ഊർജാകിരണ പ്രവർത്തനമാണ്, അതും ശരിയാണ്. ഇലക്ട്രിക്കൽ എനർജിനെ അബ്സോർബ് ചെയ്യുന്നു, വൈദ്യുതോർജ്ജത്തെ ആഗിരണം ചെയ്യാണ്. സോ അതൊരു എൻഡോ എനർജിക് റിയാക്ഷൻ, അതും കറക്റ്റ് ആണ്. ഇനി ലാസ്റ്റ് എന്താ? ഇലക്ട്രിക്കൽ എനർജി റിലീസ്ഡ്, വൈദ്യുതോർജ്ജത്തെ പുറത്തേക്ക് വിടുന്നു. ശരിയാണ്? അല്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞു അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ 4 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ 4-ാമത്തെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എക്സോതെർമിക് റിയാക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. താപമോചക പ്രവർത്തനമാണ്. ന്യൂട്രലൈസേഷൻ, മക്കളെ ഓൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ആർ എക്സോതെർമിക്. എല്ലാ നിർവീരീകരണ പ്രവർത്തനങ്ങളും താപമോചക പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒന്നും നോക്കണ്ട, ന്യൂട്രലൈസേഷൻ എന്ന് കണ്ടാൽ അപ്പ മാർക്ക് ചെയ്തോണം അതൊരു താപമോചക പ്രവർത്തനമാണ് എന്നുള്ള കാര്യം അപ്പൊ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തോണം കേട്ടോ. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? KMnO4 എന്ന് പറയുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താ ചെയ്യാ? ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, താപത്തെ ആഗിരണം ചെയ്യും. എന്നിട്ടാണ് അവർ വിഘടിക്കുന്നത്. എന്നിട്ട് പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും അതേപോലെ ഓക്സിജൻ ഗ്യാസുമായിട്ട് മാറും. അപ്പൊ ഇവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്തു, താപത്തെ ആഗിരണം ചെയ്തു. സോ ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, താപാകിരണ പ്രവർത്തനമാണ് എന്ന് നമ്മൾ പറയും. ഇനി അടുത്തത് മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് ഉരുകാണ് മക്കളെ. ഐസ് ഉരുകുമ്പോൾ എന്ത് വേണം? ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യും. അപ്പൊ അതും ഒരു എൻഡോതെർമിക് അല്ലെങ്കിൽ താപാകിരണ പ്രവർത്തനമാണ്. തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. എടാ, കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ചൂടാക്കുമ്പോൾ ഇവൻ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, താപത്തെ ആഗിരണം ചെയ്യും. എന്നിട്ടാണ് വിഘടിക്കുന്നത്. വിഘടിച്ചിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് മാറുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ എൻഡോതെർമിക് ആണ്. ഇവിടുത്തെ എക്സോതെർമിക് ആയിട്ടുള്ളത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. അതേപോലെ ഒരു ആസിഡും മെറ്റലുമായിട്ടുള്ള റിയാക്ഷനും എക്സോതെർമിക് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കട്ടെ. സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് ആൻ അപ്പാരറ്റസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഡാഷ്. അതായത് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന ഉപകരണം ഉപയോഗിച്ച ആരെയാണ് നമുക്ക് വേർതിരിക്കാൻ സാധിക്കുക? പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അല്ലെ, ഇമ്മിസിബിൾ ലിക്വിഡ്സ്. ലൈക്ക് ഏതൊക്കെയാണ്? നമ്മുടെ മണ്ണെണ്ണയും ജലവും അല്ലെ, കെറോസിൻ വാട്ടർ, രണ്ടുപേരും കലരാത്ത ദ്രാവകങ്ങളാണ്, ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. അപ്പൊ ഇവരെ വേർതിരിക്കാൻ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാം. ശരിയല്ല? അപ്പൊ ഓപ്ഷൻ 4 ആണ്. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ, വെളിച്ചെണ്ണയും വെള്ളവും മണ്ണെണ്ണയും വെള്ളവും ഇവരൊക്കെ കലരാത്ത ദ്രാവകങ്ങളാണ്, ഇമ്മിസിബിൾ ലിക്വിഡ്സാ. ഇവരെയൊക്കെ വേർതിരിക്കാൻ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിക്കും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് മിസ്സിന്റെ പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ എന്റെ കുഞ്ഞുമക്കളുടെ ഒപ്പം ഉണ്ടാവും. നമ്മുടെ ലൈവൊക്കെ കാണണം, ഒരു പേടിയും വേണ്ട. എന്റെ മക്കൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ 100% കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും നിങ്ങൾ നല്ലതുപോലെ ഇനിയുള്ള സമയം നോക്കിക്കോളാ, നല്ലതുപോലെ റിവൈസ് ചെയ്തോളാ, നല്ലതുപോലെ പഠിക്കോളാ. മിസ്സിന്റെ പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ചക്കരക്കുട്ടികളെ. ബൈ ബൈ.